ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ബുക്സിൻ്റെ പേരും അത് എഴുതിയത് ആരാണ് എന്നും പഠിക്കാം. അപ്പോൾ എല്ലാ എക്സാമുകളിലും ബുക്കിൻ്റെ പേര് തന്നിട്ട് അത് എഴുതിയത് ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. എ സെഞ്ച്വറി ഓഫ് കോപ്പറേഷൻ എഴുതിയത് GDH കോലെ. A Century of Cooperation in Rothschild, Henry Brown. A New View of Society, Principle of Environment. ഈ രണ്ട് ബുക്കും റോബർട്ട് ഓവൻ്റെയാണ്. A Play for Planning Cooperation, VL Mehta. End and Means of Cooperative Development, SS Puri. അഗ്രികൾച്ചർ കോപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്, വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഈ രണ്ട് ബുക്കും മാർഗറ്റ് ഡിഗ്ബിയുടെയാണ്. അടുത്തത് ആൻ എവർഗ്രീൻ റവല്യൂഷൻ, MS സ്വാമിനാഥൻ. ബ്രിട്ടീഷ് കോപ്പറേഷൻ എഴുതിയത് അർണോൾഡ് ബോണർ. ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആൻഡ് ഐ ടു ഹാഡ് എ ഡ്രീം എഴുതിയത് വർഗീസ് കുര്യൻ. ഇത് ഒരുപാട് എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ബുക്ക് കോപ്പറേഷൻ ഹോം ആൻഡ് എബ്രോഡ് എഴുതിയത് CR ഫേ. കോപ്പറേഷൻ ഇൻ ഇന്ത്യ എഴുതിയത് മെനോറിയ ആൻഡ് സക്സന. അടുത്ത ബുക്ക് കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് എഴുതിയത് KP ഭട്നാഗർ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എഴുതിയത് ഭോപ്പാൽ സിംഗ് നെഗി. കോപ്പറേറ്റീവ് ഡെമോക്രസി, വാട്ട് ഈസ് കോപ്പറേഷൻ, കോപ്പറേറ്റീവ് വേ ഈ മൂന്ന് ബുക്കും എഴുതിയത് JP വർബേസ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എഴുതിയത് EM ഹൗ. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് എഴുതിയത് ഏണസ്റ്റ് പിസൺ. കോഫി ഹൗസിൻ്റെ കഥ N പരമേശ്വരൻ പിള്ളൈ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആൻഡ് ജർമ്മൻ ഐഡിയോളജി ഈ രണ്ട് ബുക്കും കാൾ മാർക്സിൻ്റെയാണ്. കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, റോഷെയിൽ ആൻഡ് ദ പയനിയറിംഗ് സ്പിരിറ്റ് എഴുതിയത് ജോൺ കോലെ. കോപ്പറേഷൻ ടുഡേ ആൻഡ് ടുമാറോ എഴുതിയത് പോൾ റോയ്. അടുത്തത് കോപ്പറേറ്റീവ് ഡെമോക്രസി ഇൻ ആക്ഷൻ. കൂടാതെ ഫണ്ടമെൻ്റൽസ് ഓഫ് കോപ്പറേഷൻ ഈ രണ്ട് ബുക്കും OR കൃഷ്ണസ്വാമിയുടേതാണ്. സെൽഫ് ഹെൽപ്പ് ബൈ ദ പീപ്പിൾ കൂടാതെ ദ ഹിസ്റ്ററി ഓഫ് റോഷെയിൽ പൈനിയേഴ്സ് ഈ രണ്ട് ബുക്കും ജോർജ് ജേക്കബ് ഹോളിയോക്കേടേതാണ്. സെൽഫ് ഹെൽപ്പ് ബൈ ദ പീപ്പിളും ദ ഹിസ്റ്ററി ഓഫ് റോഷെയിൽ പൈനിയേഴ്സും ജോർജ് ജേക്കബ് ഹോളിയോക്കേടേതാണ് ഈ രണ്ട് ബുക്കും. അടുത്തതാണ് അയർലൻഡ് ഇൻ ദ ന്യൂ സെഞ്ച്വറി, നോബിളസ് ഒബ്ലിക് ദ റൂറൽ ലൈഫ് പ്രോബ്ലം ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ഈ മൂന്ന് ബുക്കുകളും ഹൊറാസ് പ്ലാങ്കറ്റിൻ്റെ ആണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു ഇൻ കോപ്പറേഷൻ, ME ശർമ്മയാണ് എഴുതിയത്. ലൈഫ് ആൻഡ് ഐഡിയാസ് ഓഫ് റോബർട്ട് ഓവൻ, AL മോർട്ടൺ. ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ എഴുതിയത് AL മോർട്ടൺ. അടുത്തത് H കാൽവേർട്ടിൻ്റെ രണ്ട് ബുക്കുകളാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനും ലോ ഓഫ് ബാങ്കിങ്ങും. ലോ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് ലോ ഓഫ് ബാങ്കിങ്. അടുത്തത് മദ്രാസ് കോപ്പറേറ്റീവ് മാനുവൽ എഴുതിയത് RC റയാൻ. മോഡേൺ കോപ്പറേറ്റീവ് തിയറി എഴുതിയത് ജെയിംസ് ലിയോണാൾഡ്. അടുത്തത് ചാൾസ് ഫൊറിയറിൻ്റെ രണ്ട് ബുക്കുകളാണ് ഓർഗനൈസേഷൻ ദി അൾട്രാവൈൽ ആൻഡ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ വേൾഡ്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് ലേബർ എന്ന ബുക്ക് ലൂയിസ്
ബ്ലാങ്കിൻ്റെതാണ്. ചാൾസ് ഗേഡിൻ്റെ ബുക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സും ദ 12 വെഞ്ചേഴ്സ് ഓഫ് കോപ്പറേഷനും. ചാൾസ് ഗേഡിൻ്റെ ബുക്കാണ്. അടുത്തത് പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ, എഴുതിയത് ഡ്യൂപ്പർനിക്സ് ആണ്. പ്രിൻസിപ്പിൾ പ്രോബ്ലം ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ എഴുതിയത് TN ഹജേല. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസിൻ്റെയാണ്. സഹകരണ പര്യടനങ്ങൾ എഴുതിയത് KR എലഗന്ത്. ദ കോപ്പറേറ്റീവ് സെക്ടർ എഴുതിയത് G ഫർക്വറ്റ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എഴുതിയത് ഇയാൻ മാക്ഫസൺ. ദ വെൽത്ത് ഓഫ് നേഷൻ എഴുതിയത് ആഡം സ്മിത്ത്. തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് എഴുതിയത് KR കുൽക്കർണി. തിയറി, ഹിസ്റ്ററി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ RD ബേദി. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് DR ഗാഡ്ഗിൽ. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ്. വീവേഴ്സ് ഓഫ് ഡ്രീംസ് ഡേവിഡ് J തോംസൺ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ബുക്കുകൾ. അപ്പോൾ എല്ലാവരും ഇത്രയും കേട്ട് പഠിക്കുക. താങ്ക് യു.